പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവരുളിയ കൽപ്പന തിരുനാമത്തിൽ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സർവ്വലോകത്ത് സർവേശ്വരനു സ്തുതി ഗീതം. പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പിതാവേ, അങ്ങയുടെ മൗനത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വിശ്വസിക്കുന്നതിനും ആ വിശ്വാസം ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഏറ്റുപറയുന്നതിനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായി നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പൂക്കൾ എന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ അനുദിനം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. സർവ്വം
വിശുദ്ധരിൽ സഭയിലായി വസിക്കുന്ന പരിശുദ്ധന സുദർശനം ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം വളരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. സകലതിന്റെയും നാഥായ നയിക്കും. നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുന്നു. അതോടൊപ്പം നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ജീവനുള്ള സകലത്തിനോടും, പക്ഷികൾ, കന്നുകാലികൾ, കാട്ടുജന്തുക്കൾ എന്നിവയോടും നിങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു. ഇനിയൊരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കാൻ ഇടവരികയില്ല. ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. ദൈവം തുടർന്നരുളി ചെയ്തു, എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളുമായി ഞാൻ സ്ഥാപിക്കുന്ന എന്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ്. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എന്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വ ജീവജാലങ്ങളുമായുള്ള എന്റെ ഉടമ്പടി ഞാൻ ഓർക്കും. സർവ്വജീവനെയും നശിപ്പിക്കാൻ പോകുന്ന ഒരു ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല. മേഘങ്ങളിൽ മഴവില്ല് തെളിയുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ ജീവജാലങ്ങളുമായി ചെയ്ത എന്നേക്കുമുള്ള ഉടമ്പടി ഞാൻ ഓർക്കും. ദൈവം നോഹയോട് അരുളി ചെയ്തു, ഭൂമുഖത്തുള്ള സകല ജീവികളുമായി ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ. കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം. ഞങ്ങളുടെ ശിവദായകമായ തിരുവചനം ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. സകലതിന്റെയും നാഥായി നയിക്കും. ദൈവത്തിന് അസാധ്യമായ ദൈവം ചെയ്തു. അവിടെ നിന്ന് പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന്റെ ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇത് ശരീരത്തിന്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ദൈവമായി ജീവിക്കുന്നവർ ദൈവകാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സുവെക്കുന്നു. ദൈവാഭ്യാസങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മാവ്യാസങ്ങൾ ഇരുവിലേക്ക്
സമാധാനത്തിലേക്കും. സമാധാനവും നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച മൃഗാവിശംസിഹായുടെ പരിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് യേശു ദേവാലയത്തിൽ വച്ച് ബെത്സയിദ കുളക്കരയിലെ താഴ്വാത രോഗിയെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ മേലിൽ പാപം ചെയ്യരുത്. അവൻ പോയി യേശുവാൻ തന്നെ സുഖപ്പെടുത്തിയത് എന്ന് യഹൂദരെ അറിയിച്ചു. സാബത്ത് ഇപ്രകാരം പ്രവർത്തിച്ചതിനാൽ യഹൂദർ യേശുവിനെ ദേഷിച്ചു. യേശു അവരോട് പറഞ്ഞു, എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഇതുപോലെ അവന് വധിക്കുവാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്നെ പിതാവ് എന്ന് വിളിക്കുകയും ചെയ്തു. യേശു പറഞ്ഞു, സത്യസത്യമായി എന്നോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രന് ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവനെ കാണിക്കും. പിതാവ് മനുഷ്യരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവരെ അയച്ചു പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവർ നിത്യജീവനുണ്ട്, അവൻ ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രമിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുന്ന അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രമിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായി, തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായി പുറത്തു വരും. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ തമ്പുരാനെ വിശ്വസിക്കുക, നന്മ ചെയ്യുക. ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നിയമത്തിന്റെ വള്ളിയോ പുള്ളിയോ തെറ്റിക്കാതിരിക്കുവാനായിട്ട് പരിശ്രമിച്ച ഒരു ബാങ്കിനെ കുറിച്ച്, അതിന്റെ പ്രവർത്തന ശൈലി തെറ്റായിരുന്നു എന്നതിനെ കുറിച്ച് ഉള്ള ഒരു വാർത്ത കഴിഞ്ഞ മാസത്തിന്റെ അവസാനത്തിൽ ഏപ്രിൽ 28-ാം തീയതി ദേശീയ മാധ്യമങ്ങളിലും എന്തിന് അന്തർദേശീയ മാധ്യമങ്ങളിലും സ്ഥാനം പിടിക്കുകയുണ്ടായി. ഒറീസയിൽ 50 വയസ്സുള്ള ജിത്തു മുണ്ട എന്ന
ആദിവാസി തന്റെ സഹോദരിയുടെ മൃതസംസ്കാരത്തിന് ശേഷം ജാൻവരി മൃതസംസ്കാരം നടത്തി അതിനുശേഷം അസ്ഥികൂടങ്ങൾ വാങ്ങി ബാങ്കിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സഹോദരന്റെ പേര് 19,402 രൂപ ബാങ്കിലുണ്ടായിരുന്നു. അത് തിരിച്ചു കിട്ടുവാനായി ഒത്തിരിയേറെ പ്രാവശ്യം ബാങ്കിൽ കയറിയില്ലെങ്കിൽ രക്ഷയില്ല. അവകാശം വന്നാൽ മാത്രമാണ്, ആ വ്യക്തി വന്നാൽ മാത്രമാണ് തിരികെ കൊടുക്കൂ എന്ന് ബാങ്ക് നിഷ്കർഷിച്ചു. ഇനിയുള്ളത് ഈ അസ്ഥികൂടങ്ങൾ മാത്രമാണ് എന്ന ചിന്തയോടുകൂടി ആ അസ്ഥികൂടങ്ങളുമായി അദ്ദേഹം ബാങ്കിലേക്ക് നീങ്ങി. ഇത് കണ്ട് പിന്നീട് മേലുദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിലൂടെ ആ പൈസ ആ ആദിവാസിക്ക് തിരികെ ലഭിച്ചു എന്നും പത്രമാധ്യമങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ചെയ്യാവുന്ന നന്മ ചെയ്യാതിരുന്നപ്പോ അസ്ഥികൂടങ്ങൾ പറക്കി മുന്നേറുന്ന മനുഷ്യൻ. സുവിശേഷത്തിൽ നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. 38 വർഷം തളർവാദ രോഗിയായി ബെത്സീദ കുളക്കരയിൽ കിടന്ന വ്യക്തി, ആ വ്യക്തിക്കാണ് ഈശോ രോഗസൗഖ്യം നൽകുക. എന്നാൽ അത് സംഭവിച്ചത് സാബത്ത് ദിവസമായിരുന്നു. സാബത്ത് വിശ്രമ ദിവസമായതുകൊണ്ട് ആ ദിവസം അങ്ങനെ ഒരു അത്ഭുതം നടത്തിക്കൂടാ എന്ന ചിന്തയാണ് അവനെ കൊല്ലുവാനായിട്ട്, യേശുവിനെ കൊല്ലുവാനായിട്ട് യഹൂദർ പരിശ്രമിക്കുകയാണ്. അവിടെയാണ് യേശു താൻ ആരാണ് എന്ന് വ്യക്തമാക്കുക. നന്മ കാണുന്നതിന് പകരം, നന്മയിൽ സന്തോഷിക്കുന്നതിന് പകരം അവനെ നശിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. ഈശോ വളരെ വ്യക്തമായി പറയുകയാണ്, എന്റെ പിതാവ് പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തന നിരതനായിരിക്കണം. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം നിയമത്തിന്റെ വള്ളിയും പുള്ളിയും പോലും കൃത്യമായിട്ട് പാലിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്നവരാണ് അവർ. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം ആദ്യ വചനങ്ങളിൽ ദൈവം സൃഷ്ടികർമ്മം നടത്തി 6 ദിവസവും സൃഷ്ടികർമ്മം നടത്തിയതിനു ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു. അതുകൊണ്ട് തന്നെ 7-ാം ദിവസം പൂർണ്ണമായി വിശ്രമ ദിവസമായി സാബത്തായി ആചരിക്കണം എന്നതാണ് യഹൂദ നിയമം. ആ നിയമമെല്ലാം മറിച്ച് അത് ദൈവത്തിന്റെ ദിവസമാണ് എന്ന് ഈശോ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ആ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഈശോ പറയുക, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന വചനത്തിലൂടെ ഈശോ സാബത്ത് ദിവസത്തെ കർത്താവിന്റെ ദിവസമാണ് എന്ന് പറയുകയാണ്. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വചനത്തിൽ കർത്താവിന്റെ ദിവസം എന്നാണ് സൂചിപ്പിക്കുക. അത് ഈശോയുടെ പുനരുദ്ധാന ദിവസം ആയി ആണ് സാബത്ത്. ആ ദിവസമാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൈകളും ദൈവത്തിന്റെ കാലുകളുമായി അവനിലേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങിച്ചേരേണ്ടത് എന്ന് ഈശോ വ്യക്തമാക്കുകയാണ്. സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, തമ്പുരാനെ പോലെ പ്രവർത്തന നിരതരാകേണ്ട ദിവസം വിശ്രമ ദിവസമായി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥകളും വേദനകളും കാണാതെ മാറ്റി നിൽക്കുന്നുവെങ്കിൽ, മാറി നിൽക്കുന്നുവെങ്കിൽ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, നീ ശരിയായ വഴികളിലൂടെയല്ല സഞ്ചരിക്കുന്നത് എന്ന്. നിത്യജീവൻ പ്രാപിക്കുവാനായിട്ടാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ദൈവത്തെ പോലെ കർമ്മനിരതരാകുവാനായിട്ട് സാധ്യതമാകണം. അതിന് സാധ്യതമാകണമെങ്കിൽ തമ്പുരാനെ അറിയണം, തമ്പുരാനെ മനസ്സറിയണം, തമ്പുരാനിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന്റെ നിറവിൽ തമ്പുരാനെ പോലെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. ഈശോയെ സംബന്ധിച്ചിടത്തോളം ഈശോയ്ക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, താൻ ആരാണ് എന്ന ബോധ്യം, താൻ ദൈവപുത്രനാണ് എന്ന വ്യക്തത അവൻ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ അവർ പറയുകയാണ്, പിതാവ് ചെയ്യുന്നതല്ലാതെ മറ്റൊന്നും ഞാൻ ചെയ്യുകയില്ല. അതോടൊപ്പം തന്നെ വ്യക്തമാക്കി പറയുകയാണ്, പിതാവ് ചെയ്യുന്നതെല്ലാം പിതാവ് എന്നെ കാണിക്കുന്നു. കാരണവും വ്യക്തമാക്കുന്നുണ്ട്, പിതാവ് എന്നെ സ്നേഹിക്കുന്നു.
അതോടൊപ്പം തന്നെ ഈശോ കൂട്ടിച്ചേർക്കുകയാണ്, അവനിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ്, നന്മ ചെയ്യുമ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് സാധിക്കുക. കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുവാനായിട്ട്, കർത്താവിന്റെ ദിവസം പ്രവർത്തന നിരന്തരയുടെ ദിവസമായി തീർക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകുമ്പോഴാണ് നാം നന്മയുടെ വക്താക്കളായി തീരുക. നന്മ ചെയ്യുന്നവരായി നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അപേക്ഷിക്കാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ കൃഷ്ണായെ നിന്റെ ഉദ്ധാരണത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്നു കുരിശിനെ ഉദാഹരണ വഴി ഭാരതത്തിന്റെ ചിഹ്നമായ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശയോടുകൂടെ കുരിശിലാക്കുന്നതിനും ആത്മസമർപ്പണത്തിൽ നിന്റെ ജീവൻ കണ്ടെത്താനും ഞങ്ങളെ വിജയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ മിശിഹായേ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നാമോദരത്തിലെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും സമർപ്പിക്കാം. വിവരവാനാദിയുമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴികളേറ്റേ. തമിഴ്നാട് കടങ്ങളിലേക്ക് നമ്മുടെ നിയോഗങ്ങളും ആവശ്യങ്ങളും നമുക്ക് സമർപ്പിക്കാം. നന്മയുടെ പതാക്കായി തീരുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ആവശ്യമായി അവരുടെ ചെയ്യുക. അങ്ങയുടെ ആദ്യമായ നേതൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ധനവിധാനത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങൾ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിന്മേൽ സുഖകവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുപോലാത്മജനും ദിവ്യരൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമോർത്തിടാ. പവനം ഈ ബലിയിൽ സർവരും ഒന്നായി പാടിയിടട്ടെ. ആമേനാമേൻ. മതോമായെയും നിരസാക്ഷികളെയും സത്കർമ്മികളെയും ബലിയിൽ ഓർത്തില്ല.
വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃഗരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിത ആയിടുവാൻ സർവ്വശക്ത പിതാവുമായ ഏകദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്റെ സഹോദരീ സഹോദരന്മാരെ, ഈ കുർബാനായ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രന്റെ ശരീരങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാനും സ്വീകരിക്കുന്നവരാകുവാനും എളിയവരും പാപികളുമായിരുന്നേക്കും ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ.
പ്രാർത്ഥിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രവയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രി ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗ്ഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുന്നു. നിങ്ങൾ എന്റെ നാമത്തെ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങനെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ
കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ഉയർത്തിലുള്ള വലിയ പ്രത്യാശയും അവയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങനെ കവിക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഖവും പരിശുദ്ധവും ശിവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും നാഥനാഥന് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ദൈവത്തോട് ഞാൻ ചോദിച്ചതെല്ലാം എനിക്ക് ലഭിക്കും എന്ന മനോവിശ്വാസത്തോടു കൂടി അവർ വിളിച്ചപേക്ഷിക്കാം. സുഹൃത്തിനായ ഞങ്ങളുടെ പിതാവേ, അങ്ങനെ നാമം പൂജിതമാകണമേ, അങ്ങനെ രാജ്യം വരണമേ, അങ്ങനെ തിരുമനസ്സ് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ
സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. അവരുടെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണമാകട്ടെ. മിശിഹായുടെ ശരീരത്തെ തോന്നാണ് ഓർത്തിക്കും നിത്യജീവനും കാരണമാണ്. സഹോദരന്റെ സ്വർഗ്ഗരാജ്യത്തോടുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തപാനം ചെയ്യാനും തിരിച്ചറിഞ്ഞു വച്ചിരിക്കുന്നു. Amen.
ആഴ്ചയിൽ വഴി പരിസരവും വൃത്തിയാക്കിയത് 5-ാം നൂറ്റാണ്. നന്ദി പറയുന്നു. അടുത്ത ആഴ്ചയിൽ 6-ാം നൂറ്റായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ സ്തോത്ര കാഴ്ച 6250 രൂപ. 3 യൂണിറ്റ് കുടുംബയോഗം അറക്കൽ കോരത് മത്തായിയുടെ വസതിയിൽ വെച്ച് ഇന്ന് 5 മണിക്കും 4-ാം യൂണിറ്റ് കുടുംബയോഗം ഷിജു പോൾ പരിപ്പിള്ളിയുടെ വസതിയിൽ വെച്ച് 6:30 സമയമെടുക്കുന്നു. നിർദ്ധരായ കുട്ടികളെ പഠനത്തിന് സഹായിക്കുവാനായി പഠനോപകരണങ്ങൾ നമ്മൾ നൽകാറുണ്ട്. അതിന് സാധിക്കുന്നവർ കുട്ടികൾക്ക് ആവശ്യമായ ബാഗ്, കുട, നോട്ട്ബുക്കുകൾ, പേനകൾ മുതലായവയും തത്തുല്യമായ സാധിക്കുന്ന രീതിയിലുള്ള പൈസയും പള്ളിയിൽ ഏൽപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഞായറാഴ്ച വൈകിട്ട് 7:30 വിശുദ്ധ തിരുനാളിനെ കുറിച്ച് ആലോചിക്കുന്നതിനായിട്ട് കപ്പേളയിൽ വെച്ച് യൂണിറ്റ് 6, 7 എന്നിവയുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളുടെ കാലൂർ ഫൊറോന സംഗമം 24-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:15 കാലൂർ പള്ളിയിൽ വെച്ച് കൂടുന്നതാണ്. ഈ വർഷം ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ 24-ാം തീയതി രാവിലെ 8:15 കാലൂർ പള്ളിയിൽ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിമൻസ് വെൽഫെയർ മീറ്റിംഗ് ഇന്ന് വൈകിട്ട് 4 മണിക്കുണ്ടായിരിക്കും. അടുത്ത ഞായറാഴ്ച ആദ്യ കുർബാനയ്ക്ക് ശേഷം മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരിക്കും. എറണാകുളം മെഡിക്കൽ കോളേജിലെ സ്കിൻ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സന്ധ്യ ജോർജിന്റെ സേവനം അന്ന് ലഭ്യമാണ്. ജൂബിലി യൂണിറ്റുകൾ, ജൂബിലി വരവ് കണക്കുകൾ. ജൂബിലി യൂണിറ്റുകളിൽ നിന്നുള്ള വരവ് 1,83,000 രൂപ, ചിലവ് 2,99,747 രൂപ. ഗ്രോപ്പോ നിർമ്മാണ വരവ് 4,02,500 രൂപ, ചിലവ് 3,97,891 രൂപ. വിശദമായ കണക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. കഥാവാര്യവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ രഹസ്യവും കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തിനെയും നാഥായ നീക്കും. മനുഷ്യവർഗത്തിന് പ്രത്യാശയായ മിശിഹായി സുതകവും പരിശുദ്ധവും ശിവനായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാ